നിങ്ങൾ ഈ കാണുന്ന കെട്ട് കണ്ടോ? ഇവിടെ വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കല്യാണം നടന്നതും ഒരു ആദ്യരാത്രി ഒരുമിച്ച് കൂടിയതും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? എന്നാൽ ഈ സ്ഥലം ആ ഒരു സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കല്യാണം നടന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കാണുന്നതാണ് നമ്മുടെ പരിശുദ്ധ മക്ക മദീനക്ക് ഇടയിലുള്ള ഹൈവേ. അതായത് ഇപ്പോൾ ഈ വണ്ടികളൊക്കെ നേരെ അങ്ങോട്ട് പോകുന്നത് 18 കിലോമീറ്റർ പോയാൽ പരിശുദ്ധ മക്ക ഹറമിലെത്തും. തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഒരു 450 കിലോമീറ്ററോളം പോയാൽ പരിശുദ്ധ മദീന മുനവറയിലെത്തും. ഈ ഒരു ഹൈവേയുടെ സൈഡിലായിട്ട് കുറച്ച് ഹൈവേയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ കാണുന്ന ഈ ഒരു കോമ്പൗണ്ട് യഥാർത്ഥത്തിൽ ഒരു മക്ബറയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ നേരത്തെ പറഞ്ഞ കല്യാണം നടന്ന സ്ഥലമാണ്, ഇപ്പോൾ പറയുന്നത് മക്ബറയാണ്. ചരിത്രം പറഞ്ഞുതരാം. അതായത് മഹദി മൈമൂന ബി റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹദി മൈമൂന ബി റളിയല്ലാഹു അൻഹ മക്ബറയാണ്. ഇപ്പോൾ അവിടെയാണ് മക്ക. അവിടുന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ഇങ്ങനെ മദീന വഴിയിലോട്ട് പോന്നാൽ ഈ ഒരു ഏരിയ വാദി സെരിഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സെരിഫ് എന്ന പേരിൽ. ഇപ്പോൾ പുതിയ പേര് നവാരിയ എന്ന പേരിലാണ്. ഇവിടെയാണ് ഈ ഒരു മക്ബറ ഉള്ളത്. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അവസാനമായിട്ട് കല്യാണം കഴിച്ച ആളാണ് മൈമൂന ബി റളിയല്ലാഹു അൻഹ. അവരെ മക്കയിൽ വെച്ച് കല്യാണം കഴിക്കാനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നെങ്കിലും അന്നത്തെ മുശ്രിക്കുകൾ അത് അനുവദിക്കാതിരിക്കുകയും അങ്ങനെ മക്കയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അവരെ ഇവിടെ വെച്ച് കല്യാണം കഴിക്കുകയും പിന്നീട് ഇവിടെ ആദ്യരാത്രിയൊക്കെ ഒരുമിച്ച് കൂടി പിന്നെ ഇവിടുന്ന് പരിശുദ്ധ മദീന മുനവറയിലേക്ക് പോകുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവർക്ക് 26 വയസ്സും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 59 വയസ്സും പ്രായമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായിട്ടും ഒരു 4 വർഷത്തിന് ശേഷം അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പിന്നീട് മൈമൂന ബി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഏകദേശം 80 വയസ്സിലാണ്. ഏകദേശം 19 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ജീവിച്ച ഒരു മഹദി കൂടിയാണ്. ഇവിടെ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കല്യാണം കഴിച്ചതും ഒരുമിച്ച് കൂടിയതും എന്ന് എങ്ങനെ നമ്മൾക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് 50 വർഷങ്ങൾക്ക് ശേഷം ഒരു ഹജ്ജിനായിട്ട് സഹാബത്തിനെയും താബിഈങ്ങളൊക്കെ കൂടി മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന സമയത്ത് ഈ വാദി സരിഫ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെത്തിയ സമയത്ത് എന്ത് അവർക്ക് അസുഖം ബാധിക്കുകയും അങ്ങനെ എന്ത് ചെയ്തു, അവർ വസിയത്ത് ചെയ്തു. തൻ്റെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തൻ്റെ സഹോദരിയുടെ മകനൊക്കെയാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. അപ്പോൾ അവരോട് വസിയത്ത് ചെയ്തു, എന്ത് ചെയ്യണം, എനിക്കെന്ത് സംഭവിച്ചാൽ എന്ത് ചെയ്യണം, എന്നെ ഇവിടെ തന്നെ മറവ് ചെയ്യണം. കാരണം എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത് ഇവിടെ വെച്ചിട്ടാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂടിയത് ഇവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ട് എന്നെ മരിക്കുമ്പോൾ എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. അതായത് ഒരു അപൂർവതയുള്ള ചരിത്രമാണ് അവരുടെ. കാരണം അവർ എവിടെ വെച്ചാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത് അവിടെ തന്നെ അവർക്ക് വരാനും വഫാത്താവാനും അവിടെ തന്നെ മറവ് ചെയ്യപ്പെടാനും കഴിഞ്ഞു എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യേക ഒരു കറാമത്ത് പോലുള്ള സംഭവമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നിലവിൽ ഈ ഒരു രൂപത്തിലാണ് കാണുന്നതെങ്കിൽ പഴയ ഫോട്ടോസിലും കാര്യത്തിലൊക്കെ ഇവിടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പള്ളിയും ഒരു ഖുബ്ബയും അതേപോലെ ആളുകൾ വരികയും മറ്റൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ കൂടിയായിരുന്നു. അതുപോലെ തന്നെ മൈമൂന ബിയുടെ മറ്റൊരു പ്രത്യേകത, അവരുടെ ഒരു സഹോദരിയെ കല്യാണം കഴിച്ചത് അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഒരു സഹോദരിയെ കല്യാണം കഴിച്ചത് ഹംസ റളിയല്ലാഹു അൻഹു, ഒരു സഹോദരിയെ കല്യാണം കഴിച്ചത് ജാഫർ റളിയല്ലാഹു അൻഹു, മറ്റൊരു സഹോദരിയെ കല്യാണം കഴിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അഖ്വാത്തുൽ മുഅ്മിനാത്ത് എന്നാണ് ഇവരുടെ സഹോദരിമാരെ അറിയപ്പെട്ടിരുന്നത്.